ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളുകളിൽ നടത്തിയ ലാബ് മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷയിൽ കുട്ടികൾക്കുണ്ടായ സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ. പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതുവാനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും വേണ്ടി വീഡിയോ ആവർത്തിച്ചു കാണുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ. Draw the graph of the function f of x equal to x cube plus 3x square minus 1. Observe the graph and find the points of local maxima and local minima. Also find local maximum and local minimum values. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്യുന്നു. പുതിയൊരു വിൻഡോ എടുത്തതിന് ശേഷം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 1 ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുന്നു. എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 1 ഡയറക്റ്റ് എൻ്റർ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ. ഇതാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയത്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം -2 എന്ന പോയിൻ്റ് വരെ കഴിഞ്ഞ ലാബിൽ ഇൻക്രീസിംഗ് ആണ്, പിന്നീട് -2 മുതൽ 0 വരെ ഡിക്രീസിംഗ് ആണ്, 0 മുതൽ ഇൻക്രീസിംഗ് ആണ്. ഇവിടെ അതിന് പകരം മാക്സിമ മിനിമ. നമുക്കറിയാം -2 ഒരു ലോക്കൽ മാക്സിമം വാല്യൂ ആണ്, 0 എന്നുള്ളത് ഒരു ലോക്കൽ മിനിമം വാല്യൂ ആണെന്ന് കാണാം. അതുകൊണ്ട് ഇത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്കൊരു കാര്യം കൂടി വേണമെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഇതൊന്നും നിർബന്ധമല്ല, എങ്കിൽ പോലും -2 വരെയുള്ളതിലെ മാക്സിമം വാല്യൂ ഇതാ മാക്സിമം -23 ഇതാണ് മാക്സിമം. ഇനി -1 മുതൽ 1 വരെ കൊടുത്താൽ -1 മുതൽ നമുക്ക് 1 വരെ ഇവിടെ കൊടുക്കാം. ആ സമയത്തുള്ള മിനിമം വാല്യൂ -1 0 -1, അതായത് ഈ പോയിൻ്റാണ് മാക്സിമം എന്നും ഈ പോയിൻ്റാണ് മിനിമം എന്നും നമുക്കറിയാം. അതായത് എക്സ് ഈക്വൽ ടു -2 ഈസ് എ ലോക്കൽ മാക്സിമം പോയിൻ്റ്, 0 എന്നുള്ളത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു ലോക്കൽ മിനിമം പോയിൻ്റാണ്. ഇനി ലോക്കൽ മിനിമം മാക്സിമം വാല്യൂ ആണെങ്കിൽ അത് എഫ് ഓഫ് -2 ആണ്, അത് നമുക്ക് 3 ആണെന്ന് കിട്ടാം. അതേപോലെ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ -1 ആയിട്ടും ലഭിക്കുന്നു. ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എക്സ് ഈക്വൽ ടു -2 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ, x equal to 0 is a point of local minima. ലോക്കൽ മാക്സിമം വാല്യൂ കാണണമെങ്കിൽ എഫ് ഓഫ് -2 ഒന്ന് കണ്ടാൽ മതി. എഫ് ഓഫ് 2 ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് -2 എന്ന് എൻ്റർ ചെയ്താലും മതിയായിരിക്കും. എഫ് ഓഫ് -2 എൻ്റർ ചെയ്താൽ നമുക്ക് നേരിട്ടിട്ട് ആൻസർ 3 കിട്ടും. ഇതേ രീതിയിൽ എഫ് ഓഫ് 0 കണ്ടാലും നമുക്ക് ആൻസർ കിട്ടും. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1, 3 എന്നുള്ളത് ലോക്കൽ മാക്സിമം വാല്യൂ, -1 എന്നുള്ളത് ലോക്കൽ മിനിമം വാല്യൂ. ഇത് രണ്ടും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4. നമുക്കിവിടെ ഇൻ ടേംസ് ഓഫ് ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് π/2 അത് π/4 ആക്കി മാറ്റുന്നു. ഇപ്പോൾ ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4 ആണ്. π/4 ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വലുതാക്കാൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് 2 sin 2x എ ബി എസ് ബ്രാക്കറ്റിൽ 2 sin 2x 2 sin ബ്രാക്കറ്റ് 2x. ഇപ്പോൾ നമുക്ക് കർവ് ലഭിച്ചു. ഈ കർവിൽ ഇനി ചെയ്യാനുള്ളത് ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇൻ 0 മുതൽ π വരെയുള്ള ഇൻ്റർവെല്ലിൽ. 0 മുതൽ π ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ഇൻ്റർവെല്ലിൽ ഏതാണ് ലോക്കൽ മാക്സിമ, ഏതാണ് ലോക്കൽ മിനിമ. അതായത് എക്സ് ഈക്വൽ ടു π/4, എക്സ് ഈക്വൽ ടു 3π/4. ഇത് രണ്ടും ഈ രണ്ട് ഭാഗവും നമുക്ക് ഇതേ രീതിയിൽ പറയാം. x equal to pi by 4, x equal to 3 by 4 are points of local maxima.
ആർ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്നുള്ളത് 0 മുതൽ പൈ വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ഇൻ്റർവൽ ആയതുകൊണ്ടാണ് ഇത് രണ്ടും ഇവിടെ പരിഗണിക്കാത്തത്. എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്നത് ഇതേ രീതിയിൽ ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. ഇതാണ് അവിടെ എഴുതാനുള്ളത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഒരു എഫ് ഓഫ് എക്സ് ഇവിടെ എൻ്റർ ചെയ്യാനുണ്ട്. ആ എഫ് ഓഫ് എക്സിൽ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 4x3. നമുക്കത് എൻ്റർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x3 പ്ലസ് 10x² മൈനസ് 15x മൈനസ് 6 ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്തു. 4x3 പ്ലസ് 10x² മൈനസ് 15x മൈനസ് 6 എൻ്റർ ചെയ്ത് തന്നെ അല്ലേ വന്നത് എന്ന് ഉറപ്പുവരുത്താം. തുടർന്ന് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ്, പ്ലോട്ട് ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓൺ എക്സ് ആക്സിസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് ഡാഷ് എക്സ് DER ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ് എഫ് ഡാഷ്. ഇപ്പോൾ എഫ് ഡാഷ് കിട്ടി. എഫ് ഡാഷ് എക്സ് ആണ് റെഡ് കളറിൽ കാണുന്നത്. അതും ചെയ്തു. പ്ലോട്ട് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓൺ എക്സ് ആക്സിസ്. ഇൻ്റർസെക്ഷൻ ടൂളിൽ നിന്ന് ഇൻ്റർസെക്റ്റ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം എഫ് ഡാഷ് എക്സിലും എക്സ് ആക്സിസിലും ടച്ച് ചെയ്യുന്നു. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. തുടർന്ന് ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ലോക്കൽ മിനിമവും ലോക്കൽ മാക്സിമവുമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടിയത്, ആ പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എ എന്ന പോയിൻ്റ് -2.23. അതാണ് എയുടെ എക്സ് കോർഡിനേറ്റ്. ബിയുടെ എക്സ് കോർഡിനേറ്റ് 0.56. അതായത് നമുക്കിങ്ങനെ പറയാം, എക്സ് ഈക്വൽ ടു -2.23 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് പറയാം. എക്സ് ഈക്വൽ ടു 0.56 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ എന്നും നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കി പറയാവുന്നതാണ്. അത് രണ്ടും എഴുതണം. അതിനുശേഷം ലോക്കൽ മാക്സിമം വാല്യൂ കാണാൻ നമുക്കിത് നേരിട്ട് ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിക്കാം. അതിന് പകരം എഫ് ഓഫ് -2.23 എന്ന് എൻ്റർ ചെയ്താലും മതിയായിരിക്കും. ഇപ്പം നമുക്ക് കിട്ടി 32.82. ഇതാണ് ഈ സമയത്ത് കിട്ടിയ വാല്യൂ 2.23. എഫ് ഓഫ് 2.23 -2.23 എൻ്റർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 32.82. അത് നേരിട്ട് എഴുതുന്നു. ഇനി അതേ രീതിയിൽ എഫ് ഓഫ് 0.56 അപ്പോൾ നമുക്ക് കിട്ടുന്നത് -10.56. അപ്പോൾ ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത്. x equal to -2.23 is a point of local maxima. X equal to 0.56 is a point of local minima. Local maximum value f of ഈ വാല്യൂ നേരിട്ട് കൊടുക്കുകയാണ്. ആ സമയത്തുള്ള ഹൈറ്റ് ആണ്, അതിൻ്റെ y കോർഡിനേറ്റ് ആണ് ലോക്കൽ മാക്സിമം വാല്യൂ. അതേപോലെ തന്നെ ലോക്കൽ മിനിമം വാല്യൂ നേരത്തെ കണ്ട വാല്യൂ എഴുതുന്നു. ദെൻ അവസാന ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x and find absolute maxima and absolute minimum values in the interval -2 to 2. മുൻപ് ചെയ്ത അതേ രീതിയിൽ ഫംഗ്ഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു. ഫംഗ്ഷൻ 8x³ -4x² -60x +3. ഇപ്പം നമുക്ക് കർവ് ലഭിച്ചു. ഈ കർവിൻ്റെ കാണാനുള്ളത് ഫൈൻഡ് ഇറ്റ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഇൻ ദ ഇൻ്റർവൽ. ഇതിൻ്റെ അബ്സല്യൂട്ട് മിനിമം അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം
ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഏത് ഭാഗത്താണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എവിടെയാണെന്ന് കാണുന്നു. -2 മുതൽ 2 വരെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നാം ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ DER F ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഇപ്പോൾ ഡെറിവേറ്റീവ് കിട്ടി. നമുക്ക് ആ ഡെറിവേറ്റീവിന് വേണമെങ്കിൽ കൂടുതൽ കാണുന്നതിൻ്റെ ഭാഗമായി ഒന്ന് കളർ ഒന്ന് കൊടുക്കാം. മുൻപ് ചെയ്ത അതേ രീതിയിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും കാണാം. ഇപ്പോൾ നമുക്കിവിടെ -2 എന്ന പോയിൻ്റിൽ വാല്യൂ കാണണം. എയുടെ എക്സ് കോർഡിനേറ്റ് -1.42 ഫംഗ്ഷൻ്റെ വാല്യൂ കാണേണ്ടതുണ്ട്. മറ്റൊരു ലോക്കൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉള്ള ബിയുടെ എക്സ് കോർഡിനേറ്റ് ആയ 1.76 എഫിൻ്റെ വാല്യൂ കാണേണ്ടതുണ്ട്. 2 എന്ന പോയിന്റിലെ വാല്യൂ കാണേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇതിൽ നിന്നുള്ള മാക്സിമം മിനിമം വാല്യൂ ആണ് നാം ഇവിടെ കാണുന്നത്. അതായത് എഫ് ഓഫ് -2 കാണുന്നു. എഫ് ഓഫ് -2 43 ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ ഓരോ വാല്യൂ ആണ് നാം ഇവിടെ കാണുന്നത്. എഫ് ഓഫ് -2 കണ്ടു. ദെൻ എഫ് ഓഫ് എയുടെ കോർഡിനേറ്റ്സ് -1.42 57.23. പിന്നെ എഫ് ഓഫ് ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.76, ആ വാല്യൂ -71.38. ഇനി എഫ് ഓഫ് 2 -69. ഈ എല്ലാ വാല്യൂ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് നാം ഇവിടെ കാണുന്നത്. ഈ എഴുതിയ വാല്യൂ നേരിട്ട് ആൻസറായിട്ട് കൊടുക്കുന്നു. അതായത് എഫ് ഓഫ് -1.42 57.23, എഫ് ഓഫ് 1.76 ഈക്വൽ ടു -71.38, എഫ് ഓഫ് -2 ഈക്വൽ ടു 43, എഫ് ഓഫ് 2 ഈക്വൽ ടു 69. ഇതാണ് നാം ഇവിടെ കണ്ടത്, നേരിട്ട് എഴുതിയെന്ന് മാത്രം. ഇനി ഇതിൻ്റെ കൂടെ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ 57 ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു -1.42. ഏറ്റവും ചെറിയ വാല്യൂ -71.38 ആണ്. അത് എക്സിന് 1.76 കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: അബ്സൊല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 57.23 അറ്റ് എക്സ് ഈക്വൽ ടു -1.42. അതുപോലെ അബ്സൊല്യൂട്ട് മിനിമം വാല്യൂ ഈസ് -71.38 അറ്റ് എക്സ് ഈക്വൽ ടു 1.76. ഇതാണ് ഒന്നാമത്തെ വെർഷൻ. ദെൻ ഇതിലെ രണ്ടാമത്തെ, അതിനുവേണ്ടി ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ അത് ആക്സിസ് മാറ്റുന്നില്ല. ദെൻ രണ്ടാമത്തെ വെർഷൻ മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്, മാറ്റങ്ങളില്ല. ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, 1 - x³ - 3x². നമുക്കത് എൻ്റർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - x³ - 3x² എൻ്റർ ചെയ്തു. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഏത് ഭാഗത്താണ് അതിലെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം. -2 എന്ന പോയിൻ്റ് എക്സ് ഈക്വൽ ടു -2 എന്നത് ഒരു ലോക്കൽ മിനിമം വാല്യൂ ആണ്. എക്സ് ഈക്വൽ ടു 0 എന്നത് ഒരു മാക്സിമം വാല്യൂ ആണ്, ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 1ഉമായിട്ടോ അതുപോലെ ഈ -3യുമായോ യാതൊരു ബന്ധവും ഈ പോയിൻറ്റിനില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു -2 അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0, ഇത് രണ്ടുമാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമം വാല്യൂ. -3 എന്നത് ലോക്കൽ മിനിമം വാല്യൂ മാത്രമാണ്. അതുപോലെ 1 എന്നുള്ളത് ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എക്സ് ഈക്വൽ ടു 0 ലോക്കൽ മാക്സിമം വാല്യൂ, എക്സ് ഈക്വൽ ടു -2 പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കാണാൻ എഫ് ഓഫ് 0 കണ്ടാലും മതിയായിരിക്കും. ഇതാണ് ഇതിലെ ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ, ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4 cos x plus sin x, cos x plus sin x, cos x plus sin x, cos x plus sin x,
കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. മൈനസ് പൈ മുതൽ പൈ വരെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളത്. മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെ ഈ ഇൻ്റർവെല്ലിൽ എവിടെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ്, എവിടെയാണ് ലോക്കൽ മാക്സിമ, എവിടെയാണ് ലോക്കൽ മിനിമം എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഫൈൻഡ് പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമം. ഫിഗറിൽ നിന്ന് നമുക്ക് പറയാം, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് 3π/4 ഒരു ലോക്കൽ മിനിമം വാല്യൂ ആണ്. പോയിൻ്റ് ഓഫ്, അതായത് ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം. എക്സ് ഈക്വൽ ടു മൈനസ് 3/4 ഇതൊരു മിനിമമാണ്. അതേപോലെ ഇനി ഒരു മിനിമം ഇല്ല. ഇനി അടുത്തൊരു മിനിമം 5π/4 അത് നമുക്ക് എഴുതാൻ ഈ ഇൻ്റർവെല്ലിന് പുറത്താണ്. ഇനി മാക്സിമം വാല്യൂ വരുന്നത് π/4. അപ്പോൾ നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു π/4 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്നും എക്സ് ഈക്വൽ ടു മൈനസ് 3π/4 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ, ഇതാണ് ഇവിടെ എഴുതുന്നത്. ആൻസർ ആയിട്ട് ഇത്ര മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ. എക്സ് ഈക്വൽ ടു π/4 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ, എക്സ് ഈക്വൽ ടു മൈനസ് 3π/4 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. ദെൻ അടുത്ത ചോദ്യം, ഇതിലെ മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 2x³ മൈനസ് 5x² പ്ലസ് 12x പ്ലസ് 1. ഇത് ഡയറക്റ്റായിട്ട് നാം എൻ്റർ ചെയ്യുന്നു. അതിനുവേണ്ടി പുതിയ വിൻഡോ എടുക്കുന്നു, അല്ലെങ്കിൽ പഴയത് ഡിലീറ്റ് ചെയ്യുന്നു. 2x³ മൈനസ് 5x² മൈനസ് 12x then plus 1. ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. 2x³ മൈനസ് 5x² മൈനസ് 12x പ്ലസ് 1. ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് കാണാനുള്ളത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് എക്സ്. എഫ് ഓഫ് എക്സ് നാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഡെറിവേറ്റീവ് DER(F). ഫംഗ്ഷൻ്റെ പേര് എഫ് ആണ്, ഫസ്റ്റ് ഓപ്ഷൻ. ഡെറിവേറ്റീവ് കണ്ടു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സുമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ടൂൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം എഫ് ഡാഷ് എക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടി. എ എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, ബി എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. അതുകൊണ്ട് തന്നെ -∞ മുതൽ -0.81 വരെ, ഈ പോയിൻ്റ് വരെ, അതായത് ഈ കർവ് ഇതുവരെ ഇൻക്രീസിങ് ആണ്. -0.81 മുതൽ നേരെ പോയി 2.47 വരെ ഡിക്രീസിങ് ആണ്. 2.47 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ് ആണ്. ഇതാണ് നാം ഇവിടെ എഴുതേണ്ട കാര്യം. അതായത് എക്സ് ഈക്വൽ ടു -0.81 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്നും എക്സ് ഈക്വൽ ടു 2.47 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ എന്നും നാം എഴുതണം. ഇനി ഇതിൻ്റെ വാല്യൂസ് ആണ് നാം കാണേണ്ടത്. എഫ് ഓഫ് ബ്രാക്കറ്റ് -0.81. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 6.38. ഇതാണ് ഇവിടെ നാം ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എഴുതിയത് എഫ് ഓഫ് -0.81 6.38. ഇനി ഇതേ രീതിയിൽ എഫ് ഓഫ് എഫ് ഓഫ് 2.47 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -29.01 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ. ആ വാല്യൂ ഫംഗ്ഷനിൽ കൊടുത്താൽ കിട്ടുന്നതാണ് ലോക്കൽ മാക്സിമം വാല്യൂ. അതേപോലെ എക്സ് ഈക്വൽ 2.47 പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. അത് ഫംഗ്ഷൻ്റെ വാല്യൂ കൊടുത്താൽ കിട്ടുന്നതാണ് ലോക്കൽ മിനിമം വാല്യൂ. ദെൻ ഇതിൻ്റെ അടുത്ത ചോദ്യം, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഇൻ്റർവെല്ലിൽ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം കാണാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ആ ഫംഗ്ഷൻ ഒന്ന് ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്നു. 5x³ 5 4 30 12 5x³
5x cube plus 5x cube plus 4x square minus 30x plus 12. 5x cube plus 4x square minus 30x plus 12 ഡയറക്റ്റ് എൻ്റർ ചെയ്തു. ഇനി ഇതിൽ ഇൻ്റർവെൽ നമുക്ക് തന്നിട്ടുണ്ട് -3 മുതൽ 2 വരെയുള്ള ഇൻ്റർവെൽ. -3 മുതൽ 2 വരെയുള്ള ഇൻ്റർവെലിൻ്റെ ഇടയിൽ ഉള്ള എല്ലാ ഭാഗവും ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല. അതിൻ്റെ ഇടയിൽ വേറെയും ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമം പോയിൻ്റുകളുണ്ട് എന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണേണ്ടതുണ്ട്. DER ഫംഗ്ഷൻ്റെ പേര് എഫ്. ഇപ്പോൾ ഡെറിവേറ്റീവ് കണ്ടു. നേരത്തെ ചെയ്ത പോലെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. ഇപ്പോൾ നമുക്ക് AB പോയിൻ്റുകൾ കിട്ടി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ -3 ആണ്. അതിനുള്ളിൽ -3ക്കും 2നും ഇടയിൽ AB 2 പോയിൻ്റുകളുണ്ട്. അതുകൊണ്ട് 2 എൻഡ് പോയിൻ്റുകളും എയുടെ എക്സ് കോർഡിനേറ്റും ബിയുടെ എക്സ് കോർഡിനേറ്റിൻ്റെയും ഫംഗ്ഷൻ വാല്യൂ കണ്ട് ഈ 4 പോയിൻ്റുകളിലുള്ള ഏറ്റവും വലിയ വാല്യൂ അബ്സല്യൂട്ട് മാക്സിമവും ഏറ്റവും ചെറിയ വാല്യൂ അബ്സല്യൂട്ട് മിനിമവും, അതായത് നാം ഇവിടെ കാണുന്നത്, ഇവിടെ കിട്ടിയത് എയുടെ വാല്യൂ. ആദ്യം ഒരു ലെഫ്റ്റ് എൻഡ് നമുക്ക് നോക്കാം. എഫ് ഓഫ് -3 3 ആണ്. ദെൻ എഫ് ഓഫ് അടുത്ത എൻഡ് എഫ് ഓഫ് 2 ആണ്, അത് 8 ആണ്. ഇനി ഇടയിലുള്ള 2 പോയിൻ്റുകളാണ്. ഒന്ന് എഫ് ഓഫ് -1.71 നമുക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. അത് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്താൽ കിട്ടുന്നത് 50. ദെൻ എഫ് ഓഫ് ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.17 അതിൻ്റെ വാല്യൂ നാം കണ്ടു. ഈ 4 വാല്യൂ ആണ് ഇവിടെ നാം എഴുതുന്നത് ആൻസറായിട്ട്. അപ്പോൾ എഴുതുന്ന വാല്യൂ എഫ് ഓഫ് -1.71, എഫ് ഓഫ് 1.17, എഫ് ഓഫ് -3, എഫ് ഓഫ് 2. ഈ 4 വാല്യൂവിൽ ഏറ്റവും വലിയ വാല്യൂ ആയ 50 ആണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. അത് സംഭവിക്കുന്നത് എക്സിൻ്റെ വാല്യൂ -1.71. മിനിമം വാല്യൂ ലഭിക്കുന്നത് -9.62. അത് എക്സിൻ്റെ വാല്യൂ 1.17 വരുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 50 at x equal to -1.71. അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ് -9.62 at x equal to 1.17. ഇതാണ് രണ്ടാമത്തെ വെർഷൻ. ദെൻ ഒരു വെർഷനും കൂടിയാണ് മാക്സിമം മിനിമത്തിലുള്ളത്. നമുക്കതും കൂടി ചെയ്യാം. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2 മാത്രം മാറ്റുന്നില്ല എന്ന് ചുരുക്കം. ദെൻ പുതിയ ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ എൻ്റർ ചെയ്തു. ഈ ഫംഗ്ഷൻ എവിടെയാണ് ലോക്കൽ മാക്സിമം, എവിടെയാണ് ലോക്കൽ മിനിമം, ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം 0 എന്ന പോയിൻ്റ്, അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് 2 എന്ന പോയിൻ്റ്. ഈ 2 പോയിൻ്റിലാണ്, അതായത് x ഈക്വൽ ടു 2 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ, x ഈക്വൽ ടു 0 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം. ഇനി ഇതിൽ തന്നെ എഫ് ഓഫ് 2 നമുക്ക് കണ്ടാൽ 5 എന്ന് ലഭിക്കും. എഫ് ഓഫ് 0 എന്ന് കൊടുത്താൽ 1 എന്നും ലഭിക്കും. ഫിഗറും തന്നെ കാണാം, അതുകൊണ്ട് നാം അത് എഴുതുന്നില്ല. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് 1 എന്ന് പറഞ്ഞിട്ട് x ഈക്വൽ ടു 2 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്നെഴുതാം. x ഈക്വൽ ടു 0 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ എന്നെഴുതാം. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 5 എന്നെഴുതാം. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 എന്നും ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എഴുതാം. ഇതാണ് നാം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഇൻ ടേംസ് ഓഫ് π/2 ആണ്. cos x മൈനസ് sin x. cos x മൈനസ് sin x. cos x മൈനസ് sin x ൻ്റെ കർവാണ് വരച്ചത്. നാം ടെസ്റ്റ് ചെയ്യുന്നത് -π മുതൽ +π വരെയാണ്. -π മുതൽ
പ്ലസ് പൈ വരെ, ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ, ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ളതിൽ എവിടെയാണ് ലോക്കൽ മാക്സിമം വരുന്നത്, എവിടെയാണ് ലോക്കൽ മിനിമം വരുന്നത്. അതായത് ഇവിടെ ഒരു -π/4ൻ്റെ ഈ പോയിന്റിൽ മാക്സിമം വരുന്നുണ്ട്, 3π/4 ഒരു മിനിമം വാല്യൂവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നാം അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. x = -π/4 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ. x = 3π/4 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. ഇതാണ് നാം ഇവിടെ എഴുതേണ്ട ആൻസർ. ഇതേപോലെ എഴുതുക മാത്രമേ ചെയ്യാനുള്ളൂ. ദെൻ അടുത്ത ചോദ്യം, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഡയറക്റ്റ് പ്ലോട്ട് ചെയ്യുന്നു. പഴയത് ഡിലീറ്റ് ചെയ്യുന്നു, പുതിയ വിൻഡോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് എൻ്റർ ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 4x cube minus 2x square minus 8x plus 2. ഡയറക്റ്റ് എൻ്റർ ചെയ്തു. 4x cube minus 2x cube minus 2x plus 2 ഡയറക്റ്റ്. ഇനി ഇതിൽ നമുക്ക് കാണാനുള്ളത് ഡെറിവേറ്റീവ് കാണണം. ഡെറിവേറ്റീവ് DER, ആദ്യത്തെ ഓപ്ഷൻ F. ഇപ്പോൾ ഡെറിവേറ്റീവ് കിട്ടി. ഡെറിവേറ്റീവ് കിട്ടിയാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സുമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ടൂളിൽ നിന്ന് എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യുന്നു. പോയിൻ്റ് കിട്ടി AB. എയുടെ എക്സ് കോർഡിനേറ്റ് -0.67, ബിയുടെ എക്സ് കോർഡിനേറ്റ് 1 എന്നുള്ളത് ഓൾജിബ്രൈക്ക് വ്യൂവിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്കിവിടെ കാണാനുള്ള ആൻസർ, അതായത് ഇവിടെ കിട്ടിയത് -0.67 എന്നത് ഒരു ലോക്കൽ മാക്സിമം ആണെന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. x = 1 എന്നത് ഒരു ലോക്കൽ മിനിമമാണ്. അപ്പോൾ അതുകൊണ്ട് നാം ആൻസർ ആയിട്ട് എഴുതേണ്ടത് അതായത് x = -0.67 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ, x = 1 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. ഇനി അതിൻ്റെ വാല്യൂ നമുക്ക് നേരിട്ട് ഇവിടുന്ന് കാണാം, എങ്കിലും ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്താൽ മതിയായിരിക്കും. -0.67 എൻ്റർ ചെയ്താൽ നമുക്ക് ആ ആൻസർ കിട്ടി 5.26. ഇനി അതുപോലെ തന്നെ f(1) ചെയ്താൽ അതിൻ്റെ ആൻസറും കിട്ടി. f(1) -4 നേരിട്ട് നോക്കിയാൽ തന്നെ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. f(-0.67) 5.26, f(1) -4, ലോക്കൽ മാക്സിമം വാല്യൂ, ലോക്കൽ മിനിമം വാല്യൂ. ഇനി ഇതിലെ അവസാന ചോദ്യമായ ഒരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ഇൻ്റർവൽ -1 to. പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു, പുതിയ വിൻഡോ എടുക്കാം, ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതിയായിരിക്കും. അതിനുവേണ്ടി ആ കർവ്, ആ ഫംഗ്ഷൻ ഒന്ന് എൻ്റർ ചെയ്യാം. f(x) = 6x cube minus 4x square minus 10x plus 3. ഡയറക്റ്റായിട്ട് കർവ് എൻ്റർ ചെയ്തു. ഇനി നമുക്കറിയാവുന്നത് -1 മുതൽ 2 വരെയുള്ള ഇൻ്റർവെല്ലിൽ നമുക്കറിയാം ഇവിടെ തന്നെ ഒരു ലോക്കൽ മിനിമം വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, ലോക്കൽ മാക്സിമം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് എൻഡ് പോയിൻറ്റിനിടയിൽ ഒരു ഇൻക്രീസിങ് മാത്രമല്ല ഒരു ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും ഇടകലർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ ഡെറിവേറ്റീവ് കാണേണ്ടി വരുന്നത്, ഡെറിവേറ്റീവ് ഓഫ് f. ഇനി മുൻപ് ചെയ്ത പോലെ തന്നെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് f' വിത്ത് എക്സ് ആക്സിസ്. ഇപ്പോൾ എ എന്ന പോയിൻ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് -1 ശേഷവും അതുപോലെ തന്നെ 2ക്ക് മുൻപും ഓരോ പോയിൻ്റുകളുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവെല്ലായ -1 to എന്ന ഇൻ്റർവെല്ലിൽ 2 പോയിൻ്റുകളുണ്ട്, ഒരു ലോക്കൽ മാക്സിമവും ഒരു ലോക്കൽ മിനിമവും. അതുകൊണ്ട് ഈ 2 എൻഡ് പോയിൻറ്റിന് പുറമെ f(x കോർഡിനേറ്റ് ഓഫ് എയും f(x കോർഡിനേറ്റ് ഓഫ് ബിയുടെയും വാല്യൂ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നാം ഫസ്റ്റ് എൻഡ് പോയിൻ്റ് -1 ആണ്, ആ വാല്യൂ ഒന്ന് കാണുന്നു. f(-1) 3 കിട്ടി. ദെൻ മറ്റേ എൻഡ് പോയിൻ്റ് 2 ആണ്, അതിൻ്റെ വാല്യൂ കണ്ടു. ഇനി ഇടയിലുള്ള പോയിൻ്റുകളായ
-0.56. അപ്പോൾ മറ്റൊരു വാല്യൂ കിട്ടി. ദെൻ എഫ് ഓഫ് ബിയുടെ അടുത്ത വാല്യൂ 1 അല്ല, അടുത്ത പോയിൻ്റ് -0.56. എഫ് ഓഫ് -0.56 ആയി എഫ് ഓഫ് 1. ഈ എല്ലാ വാല്യൂ നാം കണ്ടെത്തി. എഫ് ഓഫ് എ എന്നുള്ള വാല്യൂ കിട്ടിയത് 2 എൻഡ് പോയിൻ്റാണ്. ബിയുടെ വാല്യൂ, എയുടെ വാല്യൂ, ഇതെല്ലാമാണ് നാം ഇവിടെ കണ്ടെത്തിയത്. എഫ് ഓഫ് -0.56 6.29 ഇതാണ് ഒരു വാല്യൂ. ദെൻ അടുത്ത വാല്യൂ എഫ് ഓഫ് 1 -5, എഫ് ഓഫ് -1 3, എഫ് ഓഫ് 2 15. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ നമുക്കറിയാം 15 ആണ്. അതായത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 15 അറ്റ് x ഈക്വൽ ടു 2. അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ് ഏറ്റവും ചെറിയ വാല്യൂ -5, അത് ലഭിക്കുന്നത് x ഈക്വൽ ടു 1. ഇങ്ങനെ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ഒരു ലോക്കൽ മാക്സിമമോ ഒരു ലോക്കൽ മിനിമമോ പോയിൻ്റുകൾ ഇല്ലെങ്കിൽ 2 എൻഡ് പോയിൻ്റുകൾ മാത്രം കണ്ടാൽ മതി. ഇവിടെ എൻഡ് പോയിൻ്റുകൾക്കിടയിൽ 2 പോയിൻ്റുകൾ കൂടിയുണ്ട്. അതായത് നമുക്കിവിടെ പരിശോധിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത് -1 2 ആണ്. -1 2 -1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള 2 പോയിൻ്റുകൾ കൂടി അഡീഷണലായിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 4 പോയിൻ്റ് വേണ്ടി വന്നത്. എന്നാൽ അതേസമയം ഈ -1 2ൻ്റെ ഇടയിൽ ഈ 2 പോയിൻ്റുകൾ മാക്സിമം മിനിമം ഇല്ലാതെ ആണെങ്കിൽ ഈ 2 എൻഡ് പോയിൻ്റുകൾ മാത്രം കണ്ടെത്തിയാൽ മതി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.